ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് പച്ച കപ്പലണ്ടി ഒരു 3 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ചൂടാക്കി ചൂടൊന്ന് കയറിയാൽ മതി. ചൂടൊന്ന് കയറി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഒരു 7 കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 5-6 കുരുമുളക് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും. ആ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളുത്ത എള്ള് ചേർക്കുക. അതൊന്ന് കളറ് മാറുന്ന വരെ റോസ്റ്റ് ചെയ്തെടുക്കുക. എള്ളൊന്ന് നിറം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഒരു പാനിലേക്ക് ഞാനിവിടെ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഓയിൽ എന്ത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് 4 കീറിയിട്ടുള്ള വഴുതനങ്ങയാണ് വെച്ച് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 2 ആക്കിയിട്ട് കീറിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും വേണം കേട്ടോ. അതായത് ഒന്ന് നന്നായി വാടി കിട്ടണം നമ്മുടെ ഈ വഴുതനങ്ങ. അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ചെയ്തിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതേ പാത്രത്തിൽ തന്നെ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉലുവ, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചെറുതാക്കി നുറുക്കിയത്, 1 സവോള ചെറുതാക്കി നുറുക്കിയത് ഇട്ട് കൊടുക്കുക. സവോള നന്നായി വഴന്ന ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്തിട്ട് ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് 2 തക്കാളി ചെറുതാക്കി എരിഞ്ഞത് ചേർത്ത് ഒന്ന് തക്കാളി വേവുന്നവരെ ഒന്ന് അടച്ച് വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില ഇടുക. നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ച ആ കപ്പലണ്ടിയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നന്നായി അരച്ചിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കുക. നന്നായി തിളച്ച എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നന്നായി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. ഇതിലേക്ക് നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ ചേർത്തതിന് ശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അതായത് നമ്മുടെ ചാറൊന്ന് തിക്കാവണം. വഴുതനങ്ങ ചെറുതായിട്ട് ഒന്നുകൂടെ കുക്കാവും വേണം കേട്ടോ, ആ ഒരു പാകം വരെ. വഴുതനങ്ങ നന്നായി വെന്ത് ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മല്ലിയില ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.